Ladies and gentlemen, allow me to make a sales pitch. For hold your breaths, I have for you a poetry vending machine. പ്രണയവും സ്നേഹവും ഇഴചേരുന്ന വരികൾ, ചിലപ്പോൾ തീവ്രവേദനയുടേത്, മറ്റു ചിലപ്പോൾ ആഹ്ലാദത്തിൻ്റേത്. പോയട്രി വെൻഡിംഗ് മെഷീൻ എന്ന കവിതാ സമാഹാരത്തിലെ ഓരോ കവിതകളും വായനക്കാരനെ വായനയുടെ വിവിധ തലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇഴപൊട്ടാത്ത വാക്കുകൾ ചേർത്ത ഒരു കാവ്യശില്പം. അതാണ് പോയട്രി വെൻഡിംഗ് മെഷീൻ എന്ന ഈ കവിതാ സമാഹാരം. കമലാദാസിനും യൂനിസ് ഡിസൂസയ്ക്കും ശേഷം ഇന്ത്യൻ ഇംഗ്ലീഷ് കവിതാ സാഹിത്യത്തിൽ ആസ്വാദകരുടെ ഇടയിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തിയ മറ്റൊരു കവയിത്രി ഉണ്ടാകില്ല. മാധ്യമപ്രവർത്തക കൂടിയായ മീരയുടെ ആദ്യ പുസ്തകം 2 വർഷം മുൻപാണ് പുറത്തിറങ്ങിയത്. ഗ്രേ ബോൺ വെൻ ബ്ലാക്ക് ഇൻവേർട്ടഡ് വൈറ്റ് എന്ന പുസ്തകത്തിനും വൻ സ്വീകാര്യതയാണ് വായനക്കാരിൽ നിന്നും ലഭിച്ചത്. സോഷ്യൽ മീഡിയയിലൂടെയാണ് മീരയുടെ കവിതകൾ ആദ്യം ആസ്വാദകരിലെത്തുന്നത്. ഫേസ്ബുക്ക് ഒരു വലിയ പ്രചോദനമായിരുന്നു. കാരണം അതിൽ പബ്ലിഷ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും, അതിൽ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും ഒരുപാട് പേര് നല്ലതാണെന്നും സച്ചിദാനന്ദൻ സാറിനെ പോലുള്ളവർ അവിടെ വന്ന് കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ അതൊരു വലിയൊരു ഇൻസ്പിറേഷനായിരുന്നു. ചെറുപ്പം മുതലേ കവിതകളുടെ കൂട്ടുകാരിയായിരുന്ന മീരയുടെ കവിതകളിലെ പ്രധാന വിഷയം സ്നേഹമെന്ന ഒരൊറ്റ വികാരമാണ്. ഈയൊരു പൊതുവിഷയത്തിലൂന്നി ഗൗരവകരമായ മറ്റു പല വിഷയങ്ങളെയും പോയട്രി വെൻഡിംഗ് മെഷീൻ എന്ന കവിതാ സമാഹാരം ഉൾക്കൊള്ളുന്നു. ലോകത്തിലെ സർവ്വചരാചരങ്ങളുടെയും നിലനിൽപ്പ് സ്നേഹത്തിൽ തന്നെയാണെന്ന് ഈ കവയിത്രി ഇവിടെ പറഞ്ഞുവെക്കുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.